26 വലിയ സൂര്യഗ്രഹണം നടന്നു. അന്ന് വലയം കണ്ട സ്ഥലങ്ങൾ സൗദി അറേബ്യ, ദക്ഷിണേന്ത്യ, ഇന്തോനേഷ്യയുടെ ഭാഗങ്ങൾ എന്നിവിടങ്ങളിലാണ്. ഈ തടിച്ച ചുവന്ന ഭാഗങ്ങളിലാണ് ഈ വലിയ സൂര്യഗ്രഹണം അനുഭവപ്പെട്ടത്. എന്നാൽ ഭാഗിക സൂര്യഗ്രഹണം അനുഭവപ്പെടുന്നത് അതിൻ്റെ ചുറ്റുമുള്ള പ്രദേശങ്ങളിലാണ്. യൂറോപ്പ്, ഏഷ്യയുടെ ഭാഗങ്ങൾ, വടക്ക് പടിഞ്ഞാറൻ ഓസ്ട്രേലിയ തുടങ്ങിയ സ്ഥലങ്ങളിൽ ഭാഗിക ഗ്രഹണം അനുഭവപ്പെട്ടു. ഭാഗിക ഗ്രഹണം മാത്രമേ അവിടെ അനുഭവപ്പെട്ടുള്ളൂ എന്നുള്ളതാണ് പ്രത്യേകത. ഭൂമിയുടെ ഉപരിതലത്തിൽ വളരെ ഇടുങ്ങിയ ഒരു നാടയിൽ നിൽക്കുന്നവർക്ക് മാത്രം കാണാൻ കഴിയുന്ന അത്യപൂർവ ദൃശ്യമാണ് വലിയ സൂര്യഗ്രഹണം. അതിൻ്റെ ഇരുവശങ്ങളിലും ഭാഗിക ഗ്രഹണവും കാണുന്നു. ഭൂമിയുടെ ഉപരിതലത്തിലെ ഈ വലിയ സൂര്യഗ്രഹണം കാണുന്ന ഭാഗങ്ങൾ ഇവിടെ ഇരുണ്ട ഭാഗത്താണ് ആ വലിയ സൂര്യഗ്രഹണം കാണാൻ കഴിയുന്നത്. ഇന്ത്യയിലൂടെ ഈ ഇരുണ്ട ഭാഗം കടന്നു പോകുന്നത് ഈ ചിത്രത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. കേരളത്തിൻ്റെ വടക്കൻ പ്രദേശങ്ങളിൽ, മലബാർ പ്രദേശങ്ങളിലൂടെയാണ് ഈ ഇരുണ്ട വലയം കടന്നു പോകുന്നത്. അപ്പോൾ വലിയ സൂര്യഗ്രഹണം കാണാൻ കഴിയുന്നത് വടക്കേ മലബാറിൽ, വടക്കൻ പ്രദേശങ്ങളിൽ ആയിരുന്നു. അങ്ങനെയാണ് വയനാട്ടിലും സൂര്യഗ്രഹണം കാണാൻ കഴിഞ്ഞത്. വയനാട്ടിൻ്റെ എല്ലാ ഭാഗങ്ങളിലും വലിയ സൂര്യഗ്രഹണം വ്യക്തമായി കാണാൻ കഴിഞ്ഞിരുന്നു. ഇങ്ങനെ ആ ഗ്രഹണം കാണാൻ വേണ്ടിയിട്ട് വളരെയധികം മുന്നൊരുക്കങ്ങൾ നടത്തിയിരുന്നു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഗ്രഹണം സുരക്ഷിതമായി കാണുന്നതിനുള്ള കണ്ണടകൾ ലഭ്യമാക്കുക എന്നതായിരുന്നു. അത് തയ്യാറാക്കി കൊടുക്കുന്ന കമ്പനികൾ ധാരാളമുണ്ട്. കൂടാതെ നമുക്ക് സ്വന്തമായിട്ട് കണ്ണട നിർമ്മിക്കുന്നതിനുള്ള പരിശീലനവും പല സ്ഥലങ്ങളിലും നടത്താൻ കഴിഞ്ഞിട്ടുണ്ട്. സൗര കണ്ണട എവിടെ കിട്ടുമെന്ന് അന്വേഷിച്ച് അന്ന് ആളുകൾ നടക്കുന്നുണ്ടായിരുന്നു. അവർക്കൊക്കെ കണ്ണട ലഭ്യമാക്കാനുള്ള സംവിധാനം ഉണ്ടായി. യുറീക്കയും ശാസ്ത്ര കേരളവും ഒക്കെ സൗര കണ്ണടകൾ അവരുടെ വരിക്കാർക്ക് സൗജന്യമായിട്ട് നൽകി. അല്ലാത്തവർക്ക് വാങ്ങുന്നതിനും അവസരമുണ്ടായി. പല കമ്പനികളും ആമസോൺ വഴിയൊക്കെ ഈ കണ്ണടയുടെ വിൽപ്പന നടത്തിയിരുന്നു. അങ്ങനെ മുന്തിയ ഇനം കണ്ണടകളും വിപണിയിൽ ലഭ്യമായിരുന്നു. ഏതായാലും ISO സർട്ടിഫിക്കറ്റുള്ള ഫിൽറ്റർ ഫിലിമുകൾ ഉപയോഗിച്ച് ആണ് ഈ ഇത്തരം കണ്ണടകൾ വലിയ വലിയ കമ്പനികൾ നിർമ്മിക്കുന്നത്. നമുക്ക് നിർമ്മിക്കാവുന്ന കണ്ണട അത്രയും പണമൊന്നും മുടക്കേണ്ട ആവശ്യമില്ല, അല്ലാതെ തന്നെ നമുക്ക് നിർമ്മിക്കാൻ സാധിക്കും. ഇനിയിപ്പോൾ ജൂൺ 21 വരുന്ന ഗ്രഹണത്തിലും ഇത്തരം കണ്ണടകൾ നമുക്ക് ഉപയോഗിക്കേണ്ട സാഹചര്യം വന്നേക്കാം. ഇപ്പോൾ മഴക്കാലമാണെങ്കിലും ചിലപ്പോൾ സൂര്യനെ കാണാൻ സാധിച്ചെന്നിരിക്കും. അങ്ങനെയാണെങ്കിൽ ഈ കണ്ണട നമ്മൾ കരുതി വെക്കേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് കണ്ണടകൾ എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ള കാര്യം കൂടി നമ്മൾ ഈ അവസരത്തിൽ ചർച്ച ചെയ്യുന്നുണ്ട്. വിവിധതരം കണ്ണടകളാണ് ഈ ചിത്രത്തിലൊക്കെ കാണിക്കുന്നത്. ഈ കണ്ണട നമ്മൾ ഉപയോഗിക്കുമ്പോൾ ചില കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. ആ കണ്ണടയുടെ ഫിലിമിൽ തൊടാൻ പാടില്ല. അത് തുടയ്ക്കരുത്, മടക്കരുത്, സുഷിരം ഉണ്ടെങ്കിൽ ഉപയോഗിക്കരുത്. തുടർച്ചയായി സൂര്യനെ ഈ കണ്ണട ഉപയോഗിച്ച് നോക്കരുത്. കുട്ടികൾ, മുതിർന്നവരുടെ മേൽനോട്ടത്തിൽ മാത്രമേ ഉപയോഗിക്കാവൂ. കണ്ണിന് ശസ്ത്രക്രിയയോ മറ്റെന്തെങ്കിലും രോഗമോ ഒക്കെ ഉള്ളവർ സൗര കണ്ണട ഉപയോഗിക്കരുത്. എന്തിനാണ് ഈ കണ്ണട ഉപയോഗിക്കുന്നത് എന്നുള്ള ചോദ്യം ഇപ്പോഴും നിലനിൽക്കുകയാണ്. അത് സൗര കണ്ണട ഉണ്ടാക്കുന്ന വിധം ഒന്ന് സൂചിപ്പിക്കാം. മൈലാർ ഷീറ്റ് എന്ന് പറയുന്ന മെറ്റലൈസ്ഡ് പോളിമർ ഷീറ്റ് ഓർ അലൂമിനിയം ഫോയിൽ ഉപയോഗിച്ചാണ് സൗര കണ്ണട ഉണ്ടാക്കുക. അതിനു വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഷീറ്റിന്റെ ചിത്രം ഇവിടെ കൊടുത്തിട്ടുണ്ട്. മൈലാർ ഷീറ്റ് എന്ന് പറയും. ഈ അലുമിനിയം ഫോയിൽ കിട്ടാൻ വേണ്ടിയിട്ട് വേണമെങ്കിൽ നമുക്ക് പഴയ കപ്പാസിറ്റർ, കണ്ടൻസർ അത് പൊട്ടിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിൽ ഈ അലുമിനിയം ഫോയിൽ ചുറ്റി വെച്ചിരിക്കുന്നത് കിട്ടും. അത് ഉപയോഗിച്ച് നമുക്ക് കണ്ണട ഉണ്ടാക്കാൻ കഴിയും. ഒരു ചാർട്ട് പേപ്പറും കൂടെ ഉപയോഗിച്ചിട്ട് ആ ചാർട്ട് പേപ്പറിൽ കണ്ണട ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കണ്ണുകൾ മൂടി വരത്തക്ക രീതിയിൽ നീളത്തിലും വീതിയിലും 2 മടക്ക് വരത്തക്ക വിധം ചാർട്ട് പേപ്പർ മുറിച്ചെടുക്കണം. ഈ കഷ്ണത്തിലും കുറഞ്ഞ നീളത്തിൽ 3 മടക്ക് കിട്ടത്തക്ക വിധം ഷീറ്റ് മുറിച്ചെടുക്കാം.
ചാർട്ട് കഷ്ണം രണ്ടായി മടക്കി കണ്ണിന് മുമ്പിൽ സുഷിരങ്ങൾ ഇടുക. ഷീറ്റ് ചാർട്ടിനുള്ളിൽ 3 പാളി വരത്തക്ക വിധം ക്രമീകരിച്ച് പിൻ ചെയ്യുക. ചാർട്ട് പേപ്പറിൽ മൂക്കിന് നേരെ കെട്ടിടാം. 2 അരിയിലും കട്ടിയുള്ള നൂൽ, റബ്ബർ ബാൻഡ് എന്നിവ കെട്ടി കണ്ണടയായി ഉപയോഗിക്കാം. വേണമെങ്കിൽ സൗര കണ്ണട നിർമ്മിക്കുന്നതിനുള്ള കിറ്റും വിപണിയിൽ ലഭ്യമാണ്. ഈ സൂര്യഗ്രഹണം കാണുമ്പോൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളാണ് ഇനി സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്. ഒരു കാരണവശാലും ടെലസ്കോപ്പോ ബൈനോക്കുലറോ ക്യാമറയോ ഉപയോഗിച്ച് സൂര്യനെ നോക്കിയേക്കരുത്. അതിലൂടെ നോക്കാൻ പാടില്ല. സ്പെഷ്യലൈസ്ഡ് സൺ ഫിൽറ്ററുകൾ ഉപയോഗിച്ചിട്ടുള്ള ഉപകരണങ്ങൾ മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ. സൺഗ്ലാസ് ഉപയോഗിക്കാൻ പാടില്ല. കൂളർ ഫിലിം ഉപയോഗിക്കാൻ പാടില്ല. എക്സ്റേ ഫിലിം ഉപയോഗിക്കരുത്. പുക പുരണ്ട കണ്ണട ഗ്ലാസ് ഉപയോഗിക്കാൻ പാടില്ല. ഫ്ലോപ്പി ഡിസ്ക് സൂര്യനെ നോക്കാൻ ഉപയോഗിക്കരുത്. ഒരിക്കലും നഗ്നനേത്രങ്ങൾ കൊണ്ട് സൂര്യനെ നോക്കരുത്. ടെലസ്കോപ്പ് പറഞ്ഞ ഉപകരണങ്ങളൊന്നും ഉപയോഗിച്ച് സൂര്യനെ നോക്കാൻ പാടില്ല. നമുക്ക് അപകടരഹിതമായിട്ട് സൂര്യഗ്രഹണം കാണാൻ വേണ്ടിയിട്ട് സൂര്യനെ നമുക്ക് നമ്മുടെ മുറിക്കുള്ളിലേക്ക് കൊണ്ടുവരാൻ കഴിയും. അതിനുവേണ്ടി ഒരു പന്തിൻ്റെ പുറത്ത് ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നത് പോലെ ഒരു കണ്ണാടി കഷ്ണം ഒട്ടിക്കുക. ആ കണ്ണാടി കഷ്ണം ഉപയോഗിച്ച് സൂര്യനെ മുറിക്കുള്ളിൽ എത്തിക്കുക. ആ സൂര്യൻ്റെ ബിംബം മുറിക്കുള്ളിൽ നമുക്ക് കാണാൻ കഴിയും. ഗ്രഹണ സമയത്ത് ഈ ബിംബം നോക്കിയിരുന്നാൽ സൂര്യന് ഗ്രഹണം സംഭവിക്കുന്നത് നമുക്ക് ഭംഗിയായിട്ട് ദർശിക്കാൻ കഴിയും. ഇതിന് സൂര്യദർശിനി എന്നാണ് പറയുക. ഒരു സൂര്യദർശിനി നമ്മൾ ഉണ്ടാക്കി സൂക്ഷിച്ചു കഴിഞ്ഞാൽ സൂര്യഗ്രഹണത്തിന് മാത്രമല്ല മറ്റു പല പരീക്ഷണങ്ങളും നടത്താൻ ഉപയോഗിക്കാൻ സാധിക്കും. സൂര്യദർശിനിയുടെ ചിത്രം ശ്രദ്ധിക്കുക. ഇനി നമുക്ക് സുരക്ഷിതമായി കാണാവുന്ന മറ്റൊരു രീതിയാണ് പ്രൊജക്റ്റിംഗ് ദ സൺസ് ലൈറ്റ്. സൂര്യപ്രകാശത്തെ പ്രൊജക്റ്റ് ചെയ്യുക. പ്രൊജക്റ്റ് ചെയ്യാൻ വേണ്ടി പിൻഹോൾ ഉപയോഗിക്കുക. ഒരു കാർഡ്ബോർഡിൽ ഒരു ചെറിയ സുഷിരം ഇടുക. ആ സുഷിരത്തിലൂടെ സൂര്യപ്രകാശം കടത്തിവിടുക. അപ്പോൾ ഉണ്ടാകുന്ന സൂര്യൻ്റെ പ്രതിബിംബത്തിൽ നമുക്ക് ഗ്രഹണം ദർശിക്കാൻ കഴിയും. ബൈനോക്കുലറിൻ്റെ ഐ പീസ് മാറ്റിയിട്ട് സൂര്യപ്രകാശം ഒരു വെള്ളക്കടലാസിൽ പതിപ്പിച്ചാൽ സൂര്യൻ്റെ പ്രതിബിംബം കിട്ടുകയും അതിൽ ഗ്രഹണം നമുക്ക് ദർശിക്കുകയും ചെയ്യാം. പിന്നെ ടെലസ്കോപ്പിൻ്റെ ഐ പീസ് മാറ്റിയിട്ട് നമുക്ക് പ്രതിബിംബം സ്ക്രീനിൽ വീഴ്ത്തി സൂര്യഗ്രഹണം കാണാൻ കഴിയും. നേരിട്ട് ടെലസ്കോപ്പ് ഉപയോഗിച്ച് നോക്കണമെങ്കിൽ സോളാർ ഫിൽറ്റർ ഉപയോഗിച്ചിരിക്കണം. അത് നല്ല ലാബുകളിൽ കൃത്യമായ തോതിൽ നിർമ്മിച്ചിട്ടുള്ള ഫിൽറ്ററുകളായിരിക്കണം. അതുകൊണ്ട് അങ്ങനെയുള്ള ഫിൽറ്ററുകളുള്ള ടെലസ്കോപ്പിലൂടെ മാത്രമേ സൂര്യനെ നോക്കാവൂ എന്നുള്ള കാര്യം പ്രത്യേകം ഓർമ്മിക്കുക. ടെലസ്കോപ്പ് ഉപയോഗിച്ച് സ്ക്രീനിൽ പതിപ്പിച്ചിരിക്കുന്ന ചിത്രമാണ് ഇവിടെ നമ്മൾ കാണുന്നത്. ബൈനോക്കുലർ ഉപയോഗിക്കുന്ന രീതി ഇവിടെ കാണുന്നുണ്ട്. ബൈനോക്കുലറിന് സ്റ്റാൻഡുണ്ട്. പിൻഹോൾ ക്യാമറ ഉണ്ടാക്കി നിരീക്ഷിക്കുന്നത്. പിൻഹോൾ ക്യാമറയുടെ മറ്റൊരു രൂപമാണ് ഒരു പെട്ടിക്കുള്ളിൽ തല കടത്തി വെച്ച് പിൻഹോളിലൂടെ വരുന്ന സൂര്യൻ്റെ ബിംബം, അതിലുണ്ടാകുന്ന ഗ്രഹണം കാണാനുള്ള സംവിധാനം. ഇങ്ങനെ പല സംവിധാനങ്ങളിലൂടെ നമുക്ക് സൂര്യഗ്രഹണം കാണാൻ കഴിയും എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട്. ഇതൊന്നുകൂടി ഓർമ്മിപ്പിക്കുന്നത് അടുത്തു വരുന്ന സൂര്യഗ്രഹണം കാണാൻ വേണ്ടി ഇത്തരം സംവിധാനങ്ങൾ വീണ്ടും ഉണ്ടാക്കി ഉപയോഗിക്കാൻ വേണ്ടിയാണ്. നഗ്നനേത്രങ്ങൾ കൊണ്ട് നോക്കരുത് എന്ന് പറയുന്നതിൻ്റെ കാരണം ഇതുവരെയും പറഞ്ഞില്ല. പറയാതിരുന്നതിൻ്റെ കാരണം അത് നമ്മുടെ മനസ്സിൽ ജിജ്ഞാസയായിട്ട് നിലനിൽക്കണം എന്നുദ്ദേശിച്ചുകൊണ്ടാണ്. നഗ്നനേത്രങ്ങൾ കൊണ്ട് നോക്കുമ്പോൾ സാധാരണഗതിയിൽ നമ്മൾ സൂര്യനെ നോക്കുകയാണെങ്കിൽ നല്ല സൂര്യപ്രകാശമുള്ള സമയത്ത് നമ്മുടെ കണ്ണടഞ്ഞു പോകും. രാവിലെയും വൈകുന്നേരവും സൂര്യരശ്മികൾ അന്തരീക്ഷത്തിലൂടെ കൂടുതൽ ദൂരം സഞ്ചരിക്കുന്നതുകൊണ്ട് നമുക്ക് സൂര്യനെ കുറേ നേരം നോക്കി നിന്നാലും
കണ്ണിന് ഒരു കുഴപ്പം ഉണ്ടാവുന്നില്ല. അതേസമയം ഗ്രഹണ സമയത്ത് സൂര്യരശ്മികൾ നമ്മുടെ കണ്ണിലൂടെ നമ്മുടെ റെറ്റിനയിൽ പതിക്കുമ്പോൾ ആ സൂര്യരശ്മികളോടൊപ്പം അൾട്രാവയലറ്റ് രശ്മികളും ഇൻഫ്രാറെഡ് രശ്മികളും ഉണ്ടാവും. നല്ല സൂര്യപ്രകാശമുള്ള സമയത്ത് കണ്ണടഞ്ഞു പോകുമെന്ന് പറഞ്ഞല്ലോ. അതുപോലെ കണ്ണിലെ കൃഷ്ണമണി ചുരുങ്ങിയിരിക്കുകയും ചെയ്യും. ആ പ്രകാശത്തിന്റെ തോതനുസരിച്ച് നിയന്ത്രിച്ചാണ് സൂര്യപ്രകാശത്തെ റെറ്റിനയിലേക്ക് അയക്കുന്നത്. എന്നാൽ ഗ്രഹണ സമയത്ത് കൃഷ്ണമണി ചുരുങ്ങുന്നില്ല. പ്രകാശം കുറഞ്ഞിരിക്കുമ്പോൾ കൃഷ്ണമണി വികസിച്ചാണ് ഇരിക്കുക. അപ്പോൾ ആ സമയത്ത് കൂടിയ അളവിൽ അൾട്രാവയലറ്റ് രശ്മി റെറ്റിനായി പതിക്കാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ പതിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ആണ് നഗ്നനേത്രങ്ങൾ കൊണ്ട് നോക്കരുത് എന്ന് പറയുന്നത്. ഇപ്പൊ ചിലപ്പോൾ ഈ അൾട്രാവയലറ്റ് രശ്മി നമ്മുടെ റെറ്റിനയിലുള്ള കാഴ്ചയെ സഹായിക്കുന്ന പ്രകാശഗ്രാഹി കോശങ്ങളുണ്ട്. ഈ പ്രകാശഗ്രാഹി കോശങ്ങളെ നശിപ്പിക്കാനിടയാകും. അങ്ങനെ പ്രകാശഗ്രാഹി കോശങ്ങൾ നശിപ്പിച്ചാൽ നമ്മൾ അന്ധരായി മാറും. അതുകൊണ്ടാണ് നഗ്നനേത്രങ്ങൾ കൊണ്ട് സൂര്യനെ നോക്കരുത് എന്ന് പറയുന്നത്. ഇപ്പൊ സോളാർ ഫിൽറ്റർ ഉപയോഗിച്ചിട്ടുള്ള കണ്ണട, സോളാർ ഫിൽറ്റർ എന്ന് പറയുന്നത് അൾട്രാവയലറ്റ് രശ്മിയെ ഫിൽറ്റർ ചെയ്ത് കളയുന്ന അലൂമിനിയം ഫോയിലാണ്, അല്ലെങ്കിൽ മൈലാർ ഷീറ്റാണ്. അങ്ങനെ അൾട്രാവയലറ്റ് രശ്മിയെ ഫിൽറ്റർ ചെയ്തിട്ട് നമ്മൾ റെറ്റിനയിൽ പതിക്കുമ്പോൾ കണ്ണിന് ഒരു കുഴപ്പവും ഉണ്ടാവുകയില്ല. അപ്പോൾ ധൈര്യമായിട്ട് സൗര കണ്ണട ഉപയോഗിച്ച് നമുക്ക് സൂര്യനെ നോക്കാൻ കഴിയും. വലയ സൂര്യഗ്രഹണ സമയത്ത് കാണാൻ കഴിയാത്തവർക്ക് ഇത്തവണത്തെ ഈ ഭാഗിക സൂര്യഗ്രഹണം കാണാൻ വേണ്ടി ഒരുങ്ങാം. ജൂൺ 21 രാവിലെ 10:30 മുതൽ ഗ്രഹണം ആരംഭിക്കുന്നുണ്ട്. അതിൻ്റെ വിശേഷങ്ങൾ എവിടെയൊക്കെ എപ്പോഴൊക്കെ കാണാൻ കഴിയും, എങ്ങനെ കാണാം എന്നൊക്കെയുള്ള കാര്യങ്ങൾ അടുത്ത ഭാഗത്ത് വിശദീകരിക്കുന്നതാണ്. ഇത്തവണത്തെ വലയ സൂര്യഗ്രഹണം കഴിഞ്ഞാൽ ഇതുപോലെ ഒന്ന് ഇവിടെ കാണണമെന്നുണ്ടെങ്കിൽ ഇനി 2031 മെയ് 21 വരെ കാത്തിരിക്കേണ്ടി വരും. ഏതായാലും കഴിഞ്ഞ ഗ്രഹണം കാണാത്തവർക്ക് ഈ 2031 മെയ് 21 വീണ്ടും വലയഗ്രഹണം ഇവിടെ തന്നെ വെച്ച്, ഈ മലബാറിൽ വെച്ച് തന്നെ കാണാൻ കഴിയും. ഇന്ത്യയുടെ വടക്ക് പറഞ്ഞതുപോലെ 2020 ജൂൺ 21 വലയ സൂര്യഗ്രഹണം അന്ന് നമുക്ക് കാണാൻ കഴിയില്ല. പക്ഷെ ഇവിടെ ഭാഗ്യഗ്രഹണം ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ. അപ്പോൾ വിശദ വിവരങ്ങൾ നമുക്ക് അടുത്ത ഭാഗത്ത്, 5-ാമത്തെ ഭാഗത്ത് കേൾക്കാൻ കഴിയും. അന്ന് മാനം തെളിയട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കാം. ഗ്രഹണം കാണാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം.